നമ്മുടെ രൂപതയുടെ പ്രോട്ടോസിൻച്വല്ലൂസ്, മാതൃവേദി തുടങ്ങിയ അജപാരണ സംഘടനകളുടെ പ്രത്യേക ചുമതലയുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ജോസഫ് വെള്ളമറ്റത്തുലച്ചൻ, മാതൃവേദിയെയും ഫാമിലി അപ്പോസ്റ്റലേറ്റിനെയും വളരെ ശക്തവും ധീരവുമായ രീതിയിൽ, ക്രിയാത്മകമായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട മാത്യു ഓലിക്കലച്ചൻ, കുടുംബ കൂട്ടായ്മയുടെ രൂപത ഡയറക്ടർ പ്രിയ ബഹുമാനപ്പെട്ട തോമസ് വെൺമാന്തറയച്ചൻ, നല്ല നിലം എന്ന പദ്ധതിയുടെ പിന്നിൽ നമ്മയൊക്കെ വളരെ ശക്തമായ വിധം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആദരണീയനായ ശ്രീ സണ്ണി ഇടിമണ്ണിക്കൽ, മാതൃവേദിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ലെസ്ലി തോമസ് ആലുങ്കൽക്കരോട്ട്, സെക്രട്ടറി രൂപതാ സെക്രട്ടറി ശ്രീമതി സ്വപ്ന റോയി കടന്തോട്, നമ്മുടെ മാതൃവേദിയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ രൂപത ആനിമേറ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ്മി SABS, മാതൃവേദിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രത്യേകമായ വിധം പ്രിയ ബഹുമാനപ്പെട്ട തോമസ് വലിയപറമ്പിലച്ചൻ, മാതൃവേദിയുമായി ബന്ധപ്പെട്ട ഡയറക്ടർ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, മാതൃവേദിയുടെ സജീവ പ്രവർത്തകരായ പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരന്മാരെ, വിഷൻ 2K25 മാതൃവേദിയുടെ 30-ാം വാർഷികമാണ്. 30-ാം പിറന്നാളിൽ നമ്മൾ അമ്മമാരും ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഈ വാർഷിക ദിനത്തിൽ ഒരുമിച്ച് ചേരുന്നത് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. ഇത് മംഗളവാർദ്ധക്കാലം, പിറവി തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈശോ മിശിഹായുടെ പിറവി തിരുനാളാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാന വിഷയവും ചിന്തയും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് സഭ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് മറ്റൊരു പ്രധാന വ്യക്തിയെക്കുറിച്ചാണ്. അത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഈശോ മിശിഹായുടെ ജനനത്തിന് സഹകാരിണിയായി മാറിയ ഈശോയുടെ പ്രിയപ്പെട്ട അമ്മയും സഭയുടെ അമ്മയും നമ്മുടെ എല്ലാം അമ്മയുമായ പരിശുദ്ധ കന്യക മറിയം. പരിശുദ്ധ അമ്മയുടെ ജീവിതം ധ്യാനിക്കുന്നത് മാതൃവേദിയുടെ ഏറ്റവും വലിയ ദർശനങ്ങളുടെ ശക്തി പകരുന്ന ഒരു കാര്യമാണ്. മാതൃവേദിയുടെ വിഷൻ 2K25 എന്ന ചിന്തയ്ക്ക് പിറകിൽ പരിശുദ്ധ അമ്മ തന്നെയാണുള്ളത് എന്നതിന് സംശയമില്ല. മാതാവിൻ്റെ ജീവിതമാണ് ഏറ്റവും പൂർണ്ണതയുള്ള അമ്മത്വത്തിൻ്റെ അടയാളം, ഏറ്റവും പൂർണ്ണതയുള്ള അമ്മ. ആ അർത്ഥത്തിൽ എല്ലാ സുഹൃതങ്ങളും ഒരുമിച്ച് ഒരു വ്യക്തിയിൽ സമന്വയിക്കപ്പെട്ടാൽ മനുഷ്യവ്യക്തിയുടെ ഏറ്റവും പൂർണ്ണതയുള്ള അർത്ഥത്തിലുള്ളയാൾ അത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ലോകരക്ഷകന് ജന്മം കൊടുക്കാനായിട്ട് ഹൃദയവും ഉദരവും എല്ലാം സമ്മാനിച്ച, ജീവിതം മുഴുവനും സമർപ്പിച്ച വലിയ ഭാഗ്യവതി പരിശുദ്ധ അമ്മ ഭാഗ്യവതി എന്നാണ് പ്രകീർത്തിക്കപ്പെടുന്നത്. പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്, വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നൊക്കെ പറയുന്നത് ഇളയമ്മയായ ഏലീശ്വയാണ്. മാതാവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ അമ്മമാരും ഭാഗ്യവതികളായി മാറുകയാണ്. സത്യത്തിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മൾ സമർപ്പണം നടത്തുമ്പോൾ എല്ലാവരും ഭാഗ്യവതികളായി മാറുന്നു. ഭാഗ്യം എന്നുള്ളത് വെറുതെ ഒരു ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ലോട്ടറി അടിച്ചാൽ കുറച്ച് പൈസ കിട്ടുമെന്നേ ഉള്ളൂ. അത് ഭാഗ്യമൊന്നും ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ദൗർഭാഗ്യമാകും. ചില ആളുകളൊക്കെ ലോട്ടറി അടിച്ച് നശിച്ചു പോയിട്ടുണ്ട്. പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ല. അതെല്ലാം കൂടെ തല്ലിപ്പൊട്ടിച്ച് അവസാനം തലയും കുത്തി മറിഞ്ഞ് തീർന്നു പോയി. കള്ളം കുടിച്ച് തോന്നിയാസമായിപ്പോയി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം സമ്പത്ത് കൂടിയതുകൊണ്ട്, ലോട്ടറി അടിച്ചതുകൊണ്ട് ഭാഗ്യം ഉണ്ടാവില്ല. ഭാഗ്യമെന്ന് പറയുന്നത് ദൈവകൃപയോട് സഹകരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ സമർപ്പണം നടത്തുമ്പോൾ സ്വർഗം കൊടുക്കുന്ന ആദരവിൻ്റെ പേരാണ് ഭാഗ്യം. അതാണ് ഇതിൻ്റെ ബൈബിൾ അർത്ഥം. ദൈവകൃപയോട് സഹകരിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ സമർപ്പണം നടത്തുമ്പോൾ സ്വർഗം നൽകുന്ന അംഗീകാരത്തിൻ്റെ പേരാണ് യഥാർത്ഥ ഭാഗ്യം. അങ്ങനെയുള്ള ഭാഗ്യവതികളുടെ പരമ്പരയിൽപ്പെടുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അമ്മമാരെല്ലാം എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ഭാഗ്യത്തിൻ്റെ മാനദണ്ഡമായിട്ട് എലിസബത്ത് എന്ന പുണ്യവതി പറഞ്ഞു വെക്കുന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറുമെന്ന് വിശ്വസിച്ചു എന്നുള്ളതാണ്.
കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവരായി നമ്മൾ മാറുന്തോറും നമ്മൾ ഭാഗ്യവതികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമുഖത്ത് പരിശുദ്ധ കന്യകാമറിയത്തേക്കാൾ വലിയൊരു ഭാഗ്യവതിയില്ല. ലോകരക്ഷകനായ ദൈവപുത്രന് ഈ ഭൂമിയിൽ ജന്മം കൊടുക്കാൻ കിട്ടിയ ഭാഗ്യത്തേക്കാൾ വലിയ ഭാഗ്യം വേറൊന്നുമില്ല. ആ ഭാഗ്യത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. വിശ്വസിക്കും തോറും നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല നിലവെന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു മാംസം ധരിക്കലിൻ്റെ പ്രക്രിയയ്ക്ക് സഹായകമായ ഒരു പദ്ധതിയാണ്. അപ്പോൾ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്തോറും വചനത്തിന് നമ്മുടെ ഹൃദയവും മനസ്സും വിട്ടുകൊടുത്ത് വചനത്തെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മാംസം ധരിക്കാൻ പാകത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളും ഭാഗ്യവതികളായി മാറും. സംശയമുണ്ടോ നിങ്ങൾക്ക്? എന്തോ ഒരു ചെറിയ സംശയമുള്ള പോലെ. അത് സത്യമാണ്. വിശ്വസിച്ചുകൊണ്ട് വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ഈ ഭാഗ്യം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സാമൂഹിക ജീവിത ഇടപെടലുകളിലൊക്കെ നിറവേറുമെന്നുള്ളതിന് എൻ്റെ ജീവിതം കൊണ്ട് വിശ്വാസത്തോടെ ഞാൻ സമർപ്പണം നടത്തുമ്പോൾ ഞാനും ഭാഗ്യവതിയായി മാറുന്നു എന്നുള്ളതാണ്. ഭാഗ്യവാന്മാരുമാകും. അതുകൊണ്ട് അങ്ങനെ ഭാഗ്യവതികളുടെ ഒരു നിര, അതാണ് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു കാര്യം. അമ്മമാരുടെ ജീവിതത്തിൽ ഈ ഭാഗ്യം ഏതെല്ലാം തരത്തിലാണ് അവർ ജീവിക്കേണ്ടത്? നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണെന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ വിശ്വാസം ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വിശ്വാസം പ്രവൃത്തിയിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിന് ചേരുന്നതാകുക എന്നത് തമ്മിലൊരു പൊരുത്തം ഉണ്ടാവണം. അപ്പോൾ പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യം ആവേണ്ടത്. ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് കൊണ്ട് മാത്രം വിശ്വാസമാകുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുകയും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുകയും ഉദാശകൾ സ്വീകരിക്കുകയും വചനം വായിച്ച് അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും യാഥാർത്ഥ്യമാകുമ്പോഴാണ് എൻ്റെ വിശ്വാസം സത്യമാകുന്നത്. അല്ലെങ്കിൽ വിശ്വാസം കള്ളമാകും, പൊള്ളയാകും. വിശ്വാസം സത്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭാഗ്യവതികളായി മാറുന്നത്, ഭാഗ്യവാന്മാരായി മാറുന്നത്. അങ്ങനെ സാധിക്കുമ്പോൾ വിശ്വാസം നമ്മുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് സഹായകമായ 2-3 വാക്കുകൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, അമ്മമാർ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും കരുതലും കാവലും കരുത്തുമാകണം എന്നാണ്. കരുതലാകണം, കാവലാകണം, കരുത്താവണം. കരുതലാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുന്നതിനാണ് കരുതൽ എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, മക്കളെ സ്നേഹത്തോടുകൂടി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് അമ്മയുടെ ആർദ്രമായ സ്നേഹത്തിൻ്റെ കരുതലോടുകൂടി ചേർത്ത് പിടിക്കുന്ന അമ്മഭാവമാണത്. കരുതൽ അത് വിശ്വാസം ജീവിക്കുന്ന ഒരു വഴിയാണ്. കുടുംബത്തിൽ അമ്മ കരുതലുള്ളവളായി മാറുമ്പോൾ ആ കുടുംബം തന്നെ സ്നേഹം നിറഞ്ഞ കുടുംബമായി മാറും. അമ്മ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു കരുതലാണത്. കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതൊരു കരുതലാണ്. കാരണം പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് നിലനിൽക്കുന്നത് എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും ആ സമയത്തൊന്ന് ഓർമ്മിപ്പിച്ച് സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നു. നമ്മുടെയൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥന കെട്ടുപോയിട്ടുണ്ട്. പ്രാർത്ഥനാ സമയങ്ങളൊക്കെ മറ്റു പല വ്യവഹാരങ്ങളും അപഹരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ ഈ കാലത്തിൻ്റെ ഒരു തീരാത്ത വ്യഥയാണ്. അങ്ങനെയൊക്കെ അകലം സംഭവിക്കുമ്പോൾ, അല്ലെ പ്രാർത്ഥന മരിക്കുമ്പോൾ കുടുംബത്തിലും സ്നേഹം മരിക്കുന്നുവെന്ന അർത്ഥം. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധമായതുകൊണ്ട് പ്രാർത്ഥന മരിക്കുമ്പോൾ കുടുംബത്തിൽ സ്നേഹം മരിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദിമ കുടുംബത്തിന് സംഭവിച്ചതുപോലെ സംഭവിക്കും. ആദ്യ കുടുംബം, ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബം സ്നേഹത്താൽ ബന്ധിതമായ കുടുംബമായിരുന്നു. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ചു. അത്രമാത്രം കരുതലുള്ള കുടുംബമായിരുന്നത്. പക്ഷെ ദൈവത്തിനും ദൈവഹിതത്തിനും അവർ പുറംതിരിഞ്ഞപ്പോൾ അവിടെ സ്നേഹം മരിക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് പിടിച്ച ആ ആളിൻ്റെ നേരെ തന്നെ, ആ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ അതേ ആദം തന്നെ ഹവ്വയോട് പറയും, ഇവളൊറ്റ ഒരുത്തിയാണ് ഇതിന് കാരണം എന്ന്. സ്വന്തം കുറ്റം ഏറ്റെടുക്കാനൊന്നും തയ്യാറാവാതെ ഇവളാണ് കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പഴിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ ബന്ധങ്ങൾ പൊട്ടിമുറിയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ബന്ധങ്ങൾ പൊട്ടിമുറിയുന്നതിൻ്റെ കാരണം സ്നേഹം മരിക്കുന്നത് കൊണ്ടാണ്. സ്നേഹം മരിക്കാനുള്ള കാരണം വിശ്വാസത്തിൽ കുറവ് വരുന്നു, ദൈവത്തോടുള്ള ബന്ധത്തിൽ അകലം സംഭവിക്കുന്നു. ദൈവം സ്നേഹമാണ്. അങ്ങനെ സ്നേഹം മരിക്കുമ്പം കുടുംബത്തിൽ ആരംഭിക്കുന്ന ഈ കരുതലില്ലായ്മയുടെ അകലങ്ങളും വിള്ളലുകളും അപകടങ്ങളും എല്ലാം.
അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് സ്നേഹത്തിൽ കൈകോർത്ത് നിലനിൽക്കുന്നു. അമ്മ അത് കാര്യമായിട്ട് എടുക്കണം. സഭയിലും അമ്മമാരുടെ സാന്നിധ്യം വിലപ്പെട്ടതാണ്. ഏറ്റവും സജീവമായിട്ട് സഭയിൽ പ്രവർത്തിക്കുന്ന സംഘടന മാതൃവേദിയാണെന്ന് നമ്മൾ കൈയടിച്ച് സന്തോഷിച്ചു. സത്യവാത് നമ്മുടെ രൂപതയിലാണേലും അങ്ങനെയാണ്. എല്ലാ രൂപതകളിലും തന്നെ മാതൃവേദി സംഘടന വളരെ ശക്തമാണ്, വളരെയധികം തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ സഭയിൽ ഒരു കരുതലുള്ള സാന്നിധ്യമായിട്ട് അമ്മമാർ മാറണം. ദൈവാലയത്തിലെ അവരുടെ സാന്നിധ്യം, പ്രാർത്ഥന, ഇടവക ശുശ്രൂഷയിലുള്ള അവരുടെ ഇടപെടൽ, അവരുടെ ഒരു ശ്രദ്ധ, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എത്രമാത്രം ശ്രദ്ധ വേണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. സമൂഹത്തിൻ്റെ നന്മയും ഒക്കെ കണ്ടുകൊണ്ടൊരു കരുതലുണ്ടാകണം അമ്മയ്ക്ക്. കാവലായി മാറണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പം കരുതലുള്ള അമ്മ, കാവലുള്ള അമ്മ, കാവലായി മാറുന്ന അമ്മ. എങ്ങനെയാണ്? ആദ്യം കുടുംബത്തിലാണ് കാവലായി മാറേണ്ടത്. കുടുംബത്തിലേക്ക് കടന്നു വരാവുന്ന തിന്മകൾക്ക് എതിരെയുള്ള ഉറച്ച നിലപാടുകളാണ് പ്രധാനപ്പെട്ടത്. കാവലെന്ന് പറയുന്നത് അതും സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. കാവലിരിക്കുക, ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുന്നയാളുടെ പേരമ്മ. കാവലെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ കാവലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുവാനും സ്നേഹത്തിന് വിരുദ്ധമായതൊന്നും വരാതിരിക്കാനുമുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇന്ന് പലതും കടന്നു കയറുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു റേഞ്ചിൽ നിന്നും റേഞ്ച് ഔട്ട് ആകുന്നുണ്ട് നമ്മുടെ മക്കൾ, അല്ലേ? നിങ്ങളുടെ റേഞ്ചിലല്ല നിങ്ങളുടെ മക്കൾ നിൽക്കുന്നത്, അല്ലേ? ആണോ? നിങ്ങളുടെ റേഞ്ച് വിട്ടുപോയി അവർ. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ റേഞ്ചിൽ കൂടി ഇപ്പോഴും അങ്ങനെ നടപ്പുണ്ടെന്ന്. അവരൊക്കെ അവിടെ കാണും, പക്ഷെ നിങ്ങളുടെ റേഞ്ചിലല്ല പലപ്പോഴും അവർ. അപ്പം നിങ്ങളുടെ ഈ റേഞ്ച് തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമാണ്. റേഞ്ച് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ മുറിഞ്ഞു പോകും. യാത്ര ചെയ്യുമ്പോഴൊക്കെ ഫോൺ വന്നു കഴിഞ്ഞാൽ റേഞ്ച് വിട്ടുപോകും, അത് കണക്ഷൻ പോകുന്നതാണ്. അപ്പോൾ ഈ അമ്മമാർ അല്ലെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഇന്ന് സംസാരിച്ചപ്പോൾ അങ്ങനെ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ മാതാപിതാക്കളെ പുച്ഛത്തോടു കൂടി ചിലപ്പോൾ സംസാരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പരക്കുന്നുണ്ട്. അപ്പനും അമ്മയ്ക്കൊന്നും എന്നെ വേണ്ട, എന്നെ മനസ്സിലാകുന്നില്ല, അവരൊക്കെ ഇങ്ങനെ പഴഞ്ചൊലക്കുകളാണ്, അവരൊക്കെ ഇങ്ങനെ തന്ത വൈബാണ്, തള്ള വൈബാണെന്നൊക്കെ പറഞ്ഞു. അതെന്നെ വൈബാന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളൊക്കെ തള്ള വൈബുകളാണോ? തന്ത വൈബുകളെന്നൊക്കെ പറയും. അത്രയും പുച്ഛത്തോടു കൂടി കുഞ്ഞുങ്ങളിന്ന് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പം വലിയ സങ്കടം തോന്നും. എന്തു പറ്റി അവിടെയൊക്കെ ഈ വൈബ്? അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളുടെ ഒരു റേഞ്ചിലല്ല നിൽക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. അവരൊക്കെ ഒരു പുരാവസ്തുക്കളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാലം കൈവിട്ടു പോകുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വർത്തമാനം സമകാലിക വിശേഷങ്ങളിൽ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ്. അതിന് നമുക്കൊരു കാവലിൻ്റെ ഒരു കുറവുണ്ടായിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ചെറുപ്പത്തിലെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് മുതൽ ഈ കാവൽ കൊടുക്കണം. കരുതലുള്ള അമ്മയും കാവലുള്ള അമ്മയും കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ ചേർത്ത് പിടിക്കാൻ, കർത്താവിലേക്ക് ചേർത്ത് പിടിക്കുവാൻ, മക്കളെ മക്കളായിരിക്കുന്ന വിധം കണ്ട് സ്നേഹിച്ച് വളർത്താൻ, തിരുത്തേണ്ടവ തിരുത്തി വളർത്താൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതും കൂടിയാണോ കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ മക്കളെല്ലാം പെർഫെക്റ്റാണ്, ദേ ഹാവ് നോ പ്രോബ്ലം, അബ്സല്യൂട്ട്ലി ദേ ആർ റൈറ്റ് എന്ന് പറയുന്ന അമ്മമാരുണ്ട്, അപ്പന്മാരുണ്ട്. എൻ്റെ മക്കൾ അവർ ഏറ്റവും മെച്ചം, അവർക്കൊരു കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാം ഇഷ്ടം പോലെ അനുവദിച്ചു കൊടുത്ത് സ്നേഹമാണെന്ന് വിചാരിച്ച് ഇഷ്ടങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മാതാപിതാക്കൾ അപകടത്തിലേക്കാണ് കുഞ്ഞുങ്ങളെ എത്തിക്കുന്നതെന്ന് മറക്കരുത്. അവരുടെ ഇഷ്ടമനുസരിച്ച് ഞാനെല്ലാം ചെയ്തു കൊടുത്താൽ, അല്ലെ എൻ്റെ ഇഷ്ടമനുസരിച്ച് അവരെ ഞാൻ കൊണ്ടുപോയാൽ രണ്ടും കുഴപ്പമാണ്. എൻ്റെയും അവരുടെയും ഇഷ്ടമല്ല നോക്കേണ്ടത്, സ്നേഹമാണ് മാനദണ്ഡം. സ്നേഹത്തിൽ കുഞ്ഞുങ്ങൾ വളരണം, ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളരണം. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും ആ പരിപ്രേക്ഷ്യത്തിൽ, ആ ഒരു മാനദണ്ഡത്തിലാണ് കുട്ടികൾ വളരേണ്ടത്. അങ്ങനെയുള്ള ഒരു പരിസരമാണ് കുടുംബത്തിൽ സൃഷ്ടിച്ചെടുക്കേണ്ടത്. ദൈവസ്നേഹവും സഹോദര സ്നേഹവും നിറയുന്ന ഒരു കുടുംബ പരിസരം രൂപപ്പെടുത്തിയെടുക്കുമ്പോഴാണ് കാവലുള്ള അമ്മയായിട്ട് അമ്മ മാറുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സുഹൃത്തുക്കളെ പോലെ വളർത്തുന്ന ചില മാതാപിതാക്കൾ വീരവാദമൊക്കെ പറയാറുണ്ട്. കുട്ടികളൊക്കെ എനിക്ക് സുഹൃത്തുക്കളാണ്. അത് ശരിയാണോ? മക്കൾ സുഹൃത്തുക്കളല്ല, മക്കളാ. സുഹൃത്തുക്കളെ സുഹൃത്തുക്കളായിട്ട് കാണണം, മക്കളെ മക്കളായിട്ട് കാണണം. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണമെന്നുള്ളത് പ്രമാണമാണ്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയുണ്ട്. അപ്പോൾ അവരെ സുഹൃത്തുക്കളായി കണ്ട് വളർത്തുക എന്നുള്ളതല്ല, അവർ വളരുന്ന പ്രായത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും അവരോടുള്ള ബന്ധങ്ങളിൽ മാറ്റം വരണം. സുഹൃത്തുക്കളായിട്ട് വളർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് തോളെ കൈയിട്ട് നടക്കുകയും തോന്നിയാസം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തുമാകാം, ഒരു ആദരവുമില്ല, ബഹുമാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. കുഞ്ഞുങ്ങൾ വളരുന്നതനുസരിച്ച് മാതാപിതാക്കൾക്ക് അവരുടെ ബന്ധം വളരണം. അവർ പ്രായമായി പക്വതയിൽ എത്തിക്കഴിയുമ്പോൾ അവരെ തുല്യതയോടുകൂടി കാണണം, സുഹൃത്തുക്കളായി കാണാൻ പാടില്ല. അവർ സുഹൃത്തുക്കളല്ല, മക്കളാണ്.
അപ്പോൾ അങ്ങനെയുള്ള വീരവാദങ്ങളൊക്കെ പറഞ്ഞ് അവസാനം കൈവിട്ടു പോകുന്നതും കാണാറുണ്ട്. നല്ലൊരു ഹൃദയബന്ധം കുഞ്ഞുങ്ങളോടുണ്ടാവണം. തിരുത്തേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അവരെ തിരുത്തണം. തിരുത്തിയാൽ മാത്രം പോരെ, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അവർ നല്ലത് ചെയ്യുമ്പം നല്ലതാണെന്ന് തന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. അവരെ നന്നായിട്ട് നമ്മൾ സ്നേഹത്തോടു കൂടി വളർത്തണം. അതേസമയം തന്നെ സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവമാണ് അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അനാവശ്യമായ ഉപദേശങ്ങളല്ല, ഹൃദയം നിറഞ്ഞ പങ്കുവെക്കലുകളാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യം. പ്രത്യേകിച്ചും ടീനേജേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ടീനേജിലുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ കൈപൊക്കാവോ? ടീനേജ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെല്ലാവരും ഒന്ന് കൈപൊക്കി. കുറേയേറെ പേരുണ്ട് കണ്ടോ. ഇപ്പോൾ ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കളുള്ള അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. ഉപദേശിക്കരുത്, അവർ വഴിവിട്ടു പോകും. ഉപദേശിക്കുകയല്ല വേണ്ടത്, അവരോടൊരു ഹൃദയബന്ധം സൂക്ഷിച്ചുകൊണ്ട് അവരോട് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് വേണ്ടത്. അപ്പോഴേ നിങ്ങളോടുള്ള ബന്ധം, അല്ലെങ്കിൽ അവർ റേഞ്ച് ഔട്ട് ആവും. നിങ്ങൾ ഉപദേശം കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ പറയും, ഈ മമ്മിയുടെ ഉപദേശം ഒന്ന് നിർത്താവോ, മനുഷ്യൻ തലവേദന എടുക്കുന്നു, ഇതായി എല്ലാത്തിൻ്റെയും കുഴപ്പം എന്ന് പറയും. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പറയും. അത് അവർ റേഞ്ച് ഔട്ട് ആകുന്നതാണ്. നിങ്ങളുടെ റേഞ്ചിലല്ല അവർ. അതുകൊണ്ടാണ് അവരോട് നിങ്ങൾ സംസാരിക്കണം. സുഹൃത്തിനെ പോലല്ല സംസാരിക്കേണ്ടത്, സ്നേഹമുള്ള, കരുതലുള്ള, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു അമ്മയെപ്പോലെ സംസാരിക്കണം. അതിനൊരു തുല്യതയൊക്കെ ഉണ്ടാവും, അതിന് കുഴപ്പമൊന്നുമില്ല. ശാഠ്യമോ നിർബന്ധമോ അടിച്ചേൽപ്പിക്കലോ ഒന്നും വേണ്ട. പങ്കുവയ്ക്കാൻ സാധിക്കണം. കുറവുകളും പോരായ്മകളും ഒക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അമ്മയാണെന്ന് അവർക്ക് തോന്നുന്ന ഒരു റേഞ്ചിലേക്ക്, അത്തരത്തിലുള്ള ഒരു റാപ്പോയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മക്കൾ എന്ത് വന്നാലും തെറ്റ് സംഭവിച്ചു പോയാൽ പോലും പറയും, അമ്മേ എനിക്കൊരു പ്രണയമുണ്ട് കേട്ടോ എന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. അപ്പോൾ എന്ത് പ്രണയമാണ്, എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിനെ കേൾക്കാൻ ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്താ, എന്തുകൊണ്ട് ഇപ്പോൾ വേണ്ട, നീ പഠിക്കുന്ന കാലമാണ്, അതിനുള്ള സമയമായില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ തരത്തിൽ സ്നേഹത്തോടു കൂടി ഒന്ന് കേട്ടിട്ട്, എല്ലാം ഒളിച്ചു വെക്കും അല്ലെങ്കിൽ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്കാണ് വരേണ്ടത്. അങ്ങനെയൊരു അമ്മ മക്കൾ ബന്ധം, അപ്പൻ മക്കൾ ബന്ധം അത്തരത്തിൽ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് അത് കാവലാണ്. പിന്നെ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ മയക്കുമരുന്നുകളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ കുടുംബ പരിസരങ്ങളിലേക്ക് കടന്നു വരും. നമ്മുടെ കുട്ടികളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കരുത്. അവർക്ക് കുറവുകളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ, നമുക്കില്ല കുറവുകൾ എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് നമുക്കൊരു ശ്രദ്ധ വേണം. ഒരിക്കലും അവരുടെ പുറകെ നടക്കാനല്ല. പക്ഷേ ഈ വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്നവർ, കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന മക്കൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുകൂടെ നമുക്ക് അറിവുണ്ടാവണം. പിന്നെ അവർ ആയിരിക്കുന്ന ചില മേഖലകളെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമുണ്ടാവണം. അത്യാവശ്യം നമ്മൾ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കാനും പഠിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ തരത്തിലേക്ക് നമ്മൾ വളരുകയും കൂടി വേണം. സൈബർ അഡിക്ഷൻ മറ്റൊരു വലിയ പ്രശ്നമാണ് കുട്ടികൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ഭയങ്കര വിഷയത്തിൽ പലരും ഇങ്ങനെ അഡിക്റ്റായി മാറിയിട്ട് ഡിപ്രഷനിലേക്ക് പോവുകയും ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. സൈബർ അഡിക്ഷൻ വലിയ പ്രതിസന്ധിയാണത്. നമ്മൾ നമ്മുടെ സഭയുടെ വിശ്വാസവും വിശ്വാസ പൈതൃകങ്ങളും ഒക്കെ പാലിക്കാൻ ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. നമ്മൾ നോമ്പ് കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. നോമ്പെടുക്കുന്ന കുടുംബങ്ങളായിരിക്കും. നിങ്ങൾ അമ്മമാരെല്ലാം നോമ്പെടുക്കുന്നവരാ. പക്ഷെ മക്കൾ നോമ്പെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ചോദിക്കുന്നില്ല അങ്ങനെ. നിങ്ങളെല്ലാവരും നോമ്പെടുക്കുന്നവരാവും, ഞാനും നോമ്പെടുക്കുന്നുണ്ട്. പക്ഷേ നോമ്പെടുക്കുന്ന കുടുംബം മുഴുവനുണ്ടോ, അതോ മക്കൾ അങ്ങനെയല്ലയോ, മക്കൾക്ക് പ്രശ്നമില്ല എന്ന രീതിയിൽ ആണോ? ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെയൊക്കെ അർത്ഥവും അതിൻ്റെ മഹത്വവും നന്മയും എല്ലാം നമ്മൾ സാവധാനം പങ്കുവെക്കണം പിള്ളേരോട്. അങ്ങനെ പങ്കുവെച്ച് അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് അവരെ കൂടി ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആ കുടുംബത്തിൻ്റെ ഒരു കാവൽ വിളക്കായിട്ട് നിങ്ങൾ മാറണം. സഭയിലും അതുപോലെ നിങ്ങൾ കാവൽ വിളക്കുകളാണ്. സഭയിലും തിന്മകൾ കടന്നു വരാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതു സമൂഹത്തിൻ്റെതായ മൂല്യച്യുതി നമ്മൾ ജീവിക്കുന്ന ഇടവക പരിസരങ്ങളിൽ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാവൽ നമുക്ക് വേണം. മൂന്നാമത്, അമ്മ ഒരു കരുത്താണ്. കാവലാണ്, കരുതലാണ്, കരുത്താണ്. കരുത്ത് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അമ്മമാരുടെ കരുത്തെന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ ഒരു ബലമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അടിച്ചമർത്തുകയോ ഭർത്താവിനെ ഭരിക്കാൻ നോക്കുകയോ മക്കളെ ഭരിക്കുകയോ അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ പേരല്ല കരുത്ത്. അമ്മയുടെ റോള് നന്നായിട്ട് നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ബലമാണ്. ഓരോരുത്തരുടെയും റോൾ അനുസരിച്ച് വേണം അവർ പെരുമാറാനായിട്ട്. അമ്മ അപ്പൻ്റെ റോൾ എടുക്കാൻ പാടില്ല, അപ്പൻ അമ്മയുടെ റോളുമല്ല. രണ്ടുപേർക്കും വ്യത്യസ്തമായ റോളുകളുണ്ട്. അസൈൻഡ് റോളുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് കുടുംബത്തിൽ. അത് നന്നായിട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സഭയിലാണെങ്കിലും നമ്മുടെ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം വലിയ കരുത്ത് നൽകുന്നുണ്ട്.
നമ്മുടെ ഇടവകയിലെ കരുത്തുറ്റ ഒരു സംഘടനയായിട്ട് മാതൃവേദി മാറിയിട്ടുണ്ട്. ഇനിയും അതങ്ങനെ വളരുകയും വേണം. പൊതുസമൂഹത്തിലും അമ്മമാർ കരുത്ത് തെളിയിക്കണം. നമ്മുടെ സാമൂഹിക ഇടപെടലുകളിലൂടെയൊക്കെ. നമ്മുടെ ഇലക്ഷനൊക്കെ വന്നു, പലരും ജയിച്ചു, പലരും ചിലരൊക്കെ തോറ്റും പോയി. അത് കുഴപ്പമൊന്നുമില്ല. ജിജി മാതൃവേദിയുടെ പ്രസിഡൻ്റായിട്ട് തുടരാൻ വേണ്ടിയിട്ടൊന്ന് തോറ്റു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു തോൽവിയൊന്നുമല്ല. ജയിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കല. ജിജി എന്തിനാ പബ്ലിക്കായിട്ട് പറഞ്ഞെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. തോൽവിയും പക്ഷേ ജിജിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അങ്ങനെ ഒരു ഇലക്ഷന് വേണ്ടി നിന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. അതൊക്കെ ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കും. നിങ്ങൾ ഇപ്രാവശ്യത്തെ ഇലക്ഷനൊക്കെ നിന്നവരാരെങ്കിലും ഉണ്ടോ? ഇപ്രാവശ്യം ഇലക്ഷന് ജയിച്ച അമ്മമാരെല്ലാം ഒന്ന് കൈപൊക്കിക്കും. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. സമൂഹത്തിൽ കരുത്തുറ്റവരായി മാറണമെന്ന് പറഞ്ഞു. ഇപ്രാവശ്യത്തെ ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങളെല്ലാം വിളിച്ചു കൂടുന്നുണ്ട് കേട്ടോ. 1, 2, 3, 4 ഇത്രേ ഉള്ളൂ. 5 പിന്നെ ആരുണ്ട്? 5 പേരെ ഞാനിപ്പോൾ കണ്ടുള്ളൂ ഇവിടെ വന്നത്. അതിൽ കൂടുതൽ പേരുണ്ട്. നമ്മൾ ഈ 29-ാം തീയതി നിങ്ങളെല്ലാം വരണം. 29-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 നമ്മൾ കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട ഏത് പാർട്ടിയിലാണെങ്കിലും കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ട അമ്മമാരെല്ലാം കാഞ്ഞിരപ്പള്ളിയുടെ സ്വന്തമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുന്നു. അത് കൂടാതെ നിങ്ങൾക്ക് ക്ഷണം കിട്ടും. എങ്കിലും നിങ്ങളെല്ലാവരും 2:30 കാഞ്ഞിരപ്പള്ളി പാസസനത്തിൽ വരേണ്ടതാണ്. നിങ്ങൾക്കൊരു ആദരവൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുസമൂഹത്തിൽ കരുത്തായി മാറണം. ഇനിയും ജിജി ഇനിയും നിൽക്കണം കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് പോയെന്ന് വിചാരിച്ച് അതൊന്നും പ്രശ്നമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സജീവമായിട്ട് മുമ്പോട്ട് വരണം. നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യങ്ങളായിട്ടുണ്ടാവണം. ഈ പൊതുസമൂഹത്തെ നയിക്കാനായിട്ട് കഴിവും കരുത്തുമുള്ള, ധാർമ്മികതയുള്ള, വിശ്വാസ അടിസ്ഥാനങ്ങളുള്ള, തീക്ഷ്ണതയുള്ള സാന്നിധ്യങ്ങളായിട്ട് നമ്മുടെ അമ്മമാർ മാറണം. അതുകൊണ്ട് പിന്നാക്കം പോകാൻ പാടില്ല. കുറേയേറെ പേര് ഇപ്രാവശ്യം നമ്മുടെ ഈ റോഡിലൂടെ അങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുറിയാനി കത്തോലിക്കരായ കാഞ്ഞിരപ്പള്ളി രൂപതക്കാരായ ധാരാളം അമ്മമാരുടെ പേര് ഈ വഴിയിലൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുമായിരുന്നു. നമ്മുടെ മിടുക്കരായ അമ്മമാർ അങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അത് നല്ലതാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങി വരണം. ശക്തമായ നേതൃത്വം കൊടുക്കണം. അപ്പോൾ നമ്മൾ ത്രിതല പഞ്ചായത്ത് മേഖലകളൊക്കെ നിന്നിട്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മൾ നിയമസഭാ മേഖലകളിലേക്കൊക്കെ വളരുന്നത്. അത് ഒറ്റയടിക്ക് പറ്റുകയില്ല. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ശക്തമായിട്ട് നയിക്കുന്നത്. സമൂഹത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹ നിർമ്മിതിയാണ്. ആ സമൂഹ നിർമ്മിതി എന്ന് പറയുന്നത് സഭയുടെ ഒരു പ്രവർത്തനം കൂടിയാണ്. ഇപ്പം ഞാനോ വെള്ളമരത്തിലച്ഛനോ മാത്യുവച്ചനോ ഒന്നും അല്ല ഇലക്ഷന് നിൽക്കേണ്ടവർ. ഞങ്ങൾ കാഴ്ചപ്പാടുകൾ, വിഷൻ കൊടുക്കേണ്ടവരാണ്. വിഷൻ. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുവാനും പുറകെ നിന്നുകൊണ്ട് നിങ്ങളെ ധൈര്യമായിട്ട് മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ധാർമ്മിക ബലം കൊടുക്കാനുള്ളവരാണ് ഞങ്ങളൊക്കെ. നിങ്ങളാണ് ഈ മേഖലയിലേക്കൊക്കെ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ മേഖലകളിലേക്ക് ശക്തിയോടുകൂടി ഇറങ്ങി സമൂഹത്തെ നയിക്കേണ്ടവർ. അഴിമതിരഹിതമായ, മൂല്യാധിഷ്ഠിതമായ നല്ലൊരു സമൂഹം രൂപപ്പെട്ടു വരണമെങ്കിൽ ധാർമ്മികതയുള്ള, വിശ്വാസബോധ്യങ്ങളുള്ള, കരുത്തുറ്റ അമ്മമാർ, കരുത്തുറ്റ വ്യക്തിത്വങ്ങൾ മുൻനിരയിലേക്ക് ഇറങ്ങി വന്ന് വിജയിക്കണം. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അപ്പോൾ അമ്മമാർ കരുത്തിൻ്റെ പ്രതീകങ്ങളാണ്. വീട്ടിലും സഭയിലും സമൂഹത്തിലും കരുത്തിൻ്റെ ആരൂപങ്ങളായിട്ട് അമ്മമാർ മാറണം. ലോകത്തിൻ്റെ പൊതുവിലുള്ള ഒരു ചിന്തയും പൊതുവിലുള്ള ഒരു കാഴ്ചപ്പാടും എടുക്കുമ്പോൾ എത്രയോ ധീരരായ വനിതകൾ ലോകത്തെ രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിലൊക്കെ നയിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ കരുത്തുറ്റ ഒരു ഇന്ദിരാഗാന്ധി ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ, ഞാൻ ഉദാഹരണം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമൊന്നുമല്ല, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കരുത്തുള്ള ആളുകൾ ഇനിയും ആവശ്യമാണ്. ധീരതയുള്ള ആളുകൾ. ഒരു മദർ തെരേസ കരുത്തിൻ്റെ പ്രതീകം കൂടിയാണ്. പാവങ്ങളുടെ അമ്മയെന്നറിയപ്പെടുന്ന മദർ തെരേസ കരുത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ലോകം മുഴുവനും ആദരവോടെ കാണുന്ന ഒരു അമ്മ വ്യക്തിത്വം കരുത്താണത്. അപ്പോൾ എത്രയോ ധീരതയുള്ള വ്യക്തികൾ അങ്ങനെയുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ധാരാളം ആളുകൾ, വിശുദ്ധർ, കരുത്തുറ്റവരാണവർ. സമൂഹത്തെ വെല്ലുവിളിക്കുന്നവരാണ്. കാലഘട്ടത്തിൻ്റെ ധാർമ്മികതയുടെയും വിശുദ്ധിയുടെയും സ്വരമായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ വേണം ജീവിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നാട് ഓടുന്നതിൻ്റെ നടുവിലൂടെ വെറുതെ ആ വഴിയിലൂടെ കടന്നു പോവുകയല്ല, നാടിനെ ഓടേണ്ട വഴിയിൽ ഓടിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ധീര സാന്നിധ്യങ്ങളാണ് വിശുദ്ധർ. അമ്മമാർ വിശുദ്ധരാവണം. നമ്മളെല്ലാം വിശുദ്ധരായി ജീവിക്കുമ്പോൾ നമ്മൾ കരുത്തുള്ളവരായി മാറുന്നു സഭയിലും സമൂഹത്തിലും. അങ്ങനെയൊക്കെ കരുത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ ശുഭ്രപ്രതീകങ്ങളായിട്ട് മാറാൻ പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾക്ക് കഴിയണം. അതിന് തീർച്ചയായിട്ടും ഈ മാതൃവേദി എന്ന സംഘടന വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മാതൃവേദിയുടെ വിഷൻ 2K25 ഒരു പുതിയ മുന്നേറ്റത്തിൻ്റെ ശംഖുലിയായിട്ട് മുഴങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആഹ്വാനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
നല്ല നിലം എന്ന പദ്ധതിയുടെ പുതിയ ഒരു വേർഷൻ, അതിൻ്റെ കൂടുതൽ സമഗ്രമായ ഒരു ചുവടുവെപ്പ് ഇവിടെ ആരംഭിക്കുന്നു. നമ്മുടെ രൂപത അതിൻ്റെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത വർഷം രൂപതയുടെ എപ്പാർക്കിൽ അസംബ്ലി നടത്തപ്പെടുന്നു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. അത് വലിയൊരു റിന്യൂവലിൻ്റെ അവസരമാണ്. അത് കഴിഞ്ഞ് 27 നമ്മുടെ രൂപതയുടെ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോന്നും. കേവലം ഒരു ഇവൻ്റ് ആയിട്ട് മാത്രം ജൂബിലിയെ ഒതുക്കാതെ അത് ഒരു ഒത്തിരിയേറെ പരിശീലന പരിപാടികളുടെയും മുന്നേറ്റങ്ങളുടെ ഒരു ആകത്തുകയായിട്ട് ആ ഒരു പ്രത്യേക സമാപന സമ്മേളനം തീരണം. പല പല സമ്മേളനങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഈ ജൂബിലി വർഷത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമാണ് ഈ സമ്മേളനം പോലും 2K25. അപ്പോൾ നമുക്ക് വചനം കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കാനും വചനം മനഃപ്പാഠമാക്കി അത് ഗ്രഹിക്കാനും ധ്യാനിക്കാനും ഒക്കെ നല്ലൊരു അവസരമാണ് നല്ല നിലം എന്ന പേരിൽ ഈ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ആരംഭിച്ചത്. അത് നമ്മുടെ അമ്മമാരാണ് അതിന് മുൻകൈ എടുത്ത് മാതൃവേദിയുടെ നേതൃത്വത്തിൽ നടന്നത്. തീർച്ചയായിട്ടും ഒത്തിരിയേറെ ഇടവകൾ നന്നായിട്ട് സഹകരിച്ചു. ഏറ്റവും നന്നായിട്ട് സഹകരിച്ച ഒരു ഇടവകയാണ് നമ്മുടെ ചാമമ്പതാൽ ഇടവക. ബഹുമാനപ്പെട്ട തോമസ് വലിയപറമ്പിലച്ചൻ നല്ല നേതൃത്വം കൊടുത്തു. അച്ഛൻ അതുകൊണ്ടാണ് ആദരിച്ച് നമ്മൾ മുമ്പിൽ ഇരുത്തിയേക്കുന്നത്. അച്ഛനും ചാമമ്പതാലിലെ അമ്മമാർക്കും നല്ലൊരു കൈയടി ആനിമേറ്റർ സിസ്റ്റമും. അതുപോലെ മറ്റു പല ഇടവകളുമുണ്ട്. ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു ഇടവക എന്ന നിലയിലാണ് അത് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ പല പല ഇടവകളുമുണ്ട്. അവരെല്ലാം ഞാൻ അനുമോദിക്കുന്നു. ഇനി അമ്മമാരുടെ മാത്രമായിട്ട് അത് ഒതുങ്ങാതെ കുറച്ചുകൂടി വിശാലമായ വിധം അതിനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് അമ്മമാരോടൊപ്പം അല്ലെങ്കിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ കൂടെ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ എല്ലാ ഇടവകയിലുമുണ്ട്. കുടുംബ കൂട്ടായ്മകളും ബൈബിൾ അപ്പോസ്റ്റലേറ്റും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരുമിച്ച് മുമ്പോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു തലത്തിലേക്ക് നമ്മൾ വരുന്നു. ഈ നല്ല നിലത്തിന് ആവശ്യമായ ഒരു പ്രചോദനം നൽകി ആ ഒരു ആശയവും ആഗ്രഹവും പങ്കുവെച്ച് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സണ്ണി ഇടിമണ്ണിക്കലാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ വചനത്തോടുള്ള വലിയൊരു സ്നേഹവും ആദരവുമാണ്. നമുക്കറിയാം, ഇടിമണ്ണിക്കൽ ഫാമിലി കേരളത്തിലെ തന്നെ വലിയൊരു സംരംഭകരുടെ വിജയിച്ച ഒരു മുഖമാണത്. ഇടിമണ്ണിക്കൽ സംരംഭങ്ങൾ ധാരാളമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ നല്ലൊരു മനസ്സ്, ഇങ്ങനെ വചനം എല്ലാവരും പഠിക്കണം, ഞങ്ങളുടെ സമ്പത്ത് അതിനുവേണ്ടി കൂടി പങ്കുവയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വചനം പഠിക്കുന്നതിനുള്ള പ്രചോദനം നൽകി ആ കാഴ്ചപ്പാടും ആഗ്രഹവും പങ്കുവച്ച ശ്രീ സണ്ണി ഇടിമണ്ണിക്കലിന് നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് അഭിനന്ദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നമ്മുടെ നല്ല നിലം പദ്ധതി എല്ലാ ഇടവകളിലും എത്തണം. എല്ലാ ഇടവകയും സജീവമായിട്ട് അതിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടവക സമൂഹം മുഴുവൻ ദൈവവചനത്തിൻ്റെ ഒരു നിറവിലേക്ക് എത്തിച്ചേരും. അത് ജൂബിലി വർഷത്തിന് വലിയ അനുഗ്രഹമായി മാറും. നന്നായിട്ട് നമ്മുടെ ഈ ഒരു മാതൃവേദിയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ഓലിക്കലച്ചനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അച്ഛൻ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുകയും നന്നായിട്ട് അമ്മമാരെയും ഫാമിലി അപ്പോസ്റ്റലേറ്റിനെ ഓർഗനൈസ് ചെയ്യുന്ന അച്ഛനാണ്. അച്ഛൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ആനിമേറ്റർ സിസ്റ്ററും നമ്മുടെ ജിജിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം, എക്സിക്യൂട്ടീവ് ടീം വളരെ തീക്ഷ്ണതയോടുകൂടി ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്കും കൊടുക്കാൻ നല്ല കയ്യടി. എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ അജപാരണ ഡിപ്പാർട്ട്മെൻറ്റുകളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട രൂപത പ്രോട്ടോസ് ജെല്ലൂസ് വെള്ളമറ്റത്തിൽ ജോസഫ് അച്ഛന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വിഷൻ 2K25 എന്ന ആ പുതിയ മുന്നേറ്റത്തിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് പുതിയ ആവേശത്തോടെ പുതിയ തീക്ഷ്ണതയോടെ കാവലും കരുതലും കരുത്തുമായി മാറാൻ അമ്മമാർക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ ഔദ്യോഗികമായിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു.